മുൻ മേയർ ആര്യ രാജേന്ദ്രനെ പോലെയല്ല നിലവിലത്തെ മേയർ വി രാജേഷ്. ആര്യ രാജേന്ദ്രൻ വെറുമൊരു ഡമ്മിയായിട്ടാണ് 5 വർഷം തിരുവനന്തപുരം നഗരസഭ ഭരിച്ചിരുന്നുവെങ്കിൽ വി രാജേഷ് അങ്ങനെയല്ല. കൃത്യമായി ഓരോ നടപടികൾ തന്നെ എടുക്കുന്നുണ്ട്. കാരണം ആര്യ രാജേന്ദ്രൻ മേയറായിരുന്ന സമയത്ത് പൊതുജനത്തിനൊന്നും തന്നെ മേയറിനെ കാണാനുള്ള ഒരു തരത്തിലുമുള്ള അനുവാദമില്ലായിരുന്നു. അവിടെ ഒരു ഹിറ്റ്ലർ പോലത്തെ ഒരു ഏകാധിപത്യ ഭരണമായിരുന്നു. എന്നാൽ വി രാജേഷ് മേയറായിരുന്നപ്പോൾ, അതായത് BJP തിരുവനന്തപുരം നഗരസഭ ഭരിക്കാൻ തുടങ്ങിയപ്പോൾ പൊതുജനങ്ങൾക്ക് കാണാനായിട്ട് വൈകുന്നേരവും രാവിലെയുമൊക്കെ ഒരു പ്രത്യേക സമയം തന്നെ അനുവദിച്ചിട്ടുണ്ടായിരുന്നു. നിലവിലിപ്പോൾ അനധികൃതമായ കയ്യേറ്റം എവിടെ കണ്ടാലും അവിടെ JCB കൊണ്ട് വി രാജേഷ് പൊളിച്ചടുക്കിയിരിക്കുകയാണ്. അതിന്റെ തുടക്കമായിരുന്നു പാളയം മാർക്കറ്റിൽ ആദ്യം തുടക്കം കുറിച്ചത്. വർഷങ്ങളോളം അനധികൃതമായി മാർക്കറ്റിൽ കച്ചവടം നടത്തിയ കട ഉടമകൾക്ക് നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും അവർ ഒന്നും തന്നെ ഒഴിഞ്ഞുപോകാൻ തയ്യാറായില്ല. അതോടുകൂടിയാണ് തിരുവനന്തപുരം നഗരസഭയുടെ നഗരപിതാവെന്ന നിലയിൽ മേയർ വി രാജേഷും തിരുവനന്തപുരം നഗരസഭ തന്നെ ഒരു നടപടിയിലേക്ക് കടന്നത്. കൂടാതെ വർഷങ്ങളോളം CPMന്റെ ഒരു കുത്തകയായിരുന്ന പാളയം മാർക്കറ്റ് അവിടെ തകർത്ത് തരിപ്പണമാക്കി. അതായത് എന്താണ് തകർത്തത്? അവിടുത്തെ ഗുണ്ടാപിരിവ് എല്ലാം തന്നെ തകർത്ത് തരിപ്പണമാക്കി. ഇന്ന് അവിടുത്തെ കച്ചവടം നടത്തുന്നവർക്ക് സമാധാനത്തോടു കൂടി ഒരു തരത്തിലും ഗുണ്ടാപിരിവോ ഒന്നും തന്നെ നൽകാതെ അവർക്ക് സമാധാനത്തോടു കൂടി കച്ചവടം നടത്താനുള്ള ഒരു അന്തരീക്ഷം മേയർ വി രാജേഷ് ഒരുക്കി നൽകിയിരിക്കുകയാണ്. ഇന്ന് വീണ്ടും ഒരു അനധികൃതമായ ഒരു കയ്യേറ്റ് ഒഴിപ്പിക്കൽ നടപടികളിലേക്ക് കോർപ്പറേഷൻ അതിരാവിലെ തന്നെ കടന്നിരിക്കുകയാണ്. അത് വേറെ ഒരു കച്ചവട സ്ഥാപനമൊന്നുമല്ല, CPMന്റെ പാർട്ടി ഓഫീസ് തന്നെയാണ്. അതായത് CPMനെ പോലും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ട് തിരുവനന്തപുരം നഗരസഭ ഒരു നിർണായകമായ ഒരു നീക്കമാണ് ഇന്ന് നടത്തിയത്. വലിയ പ്രതിഷേധമൊക്കെ CPMന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നുവെങ്കിലും അതൊന്നും കോർപ്പറേഷൻ മുഖവിലയ്ക്ക് എടുത്തില്ല എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം. അതിരാവിലോടുകൂടിയാണ് നടപടികൾ ആരംഭിച്ചത്. അതായത് ഇന്ന് ആനയറ മിനി സിവിൽ സ്റ്റേഷനിൽ അനധികൃതമായി പ്രവർത്തിച്ച CPM ഓഫീസ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഒഴിപ്പിച്ചിരിക്കുകയാണ്. കോവിഡ് കാലത്ത് ഹെൽപ്പ് ഡെസ്കായി പ്രവർത്തിച്ച കെട്ടിടം അനധികൃതമായി പാർട്ടി ഓഫീസാക്കി മാറ്റുകയായിരുന്നു. സിവിൽ സ്റ്റേഷനോട് ചേർന്നുള്ള ഇടവഴി കെട്ടിയടച്ച് അതിനു മുകളിൽ ഷീറ്റിട്ടാണ് പാർട്ടി ഓഫീസ് നിർമ്മിച്ചത്. നഗരസഭാ ജീവനക്കാരും ഹെൽത്ത് സ്ക്വാഡും ചേർന്നാണ് നിർമ്മാണം പൊളിച്ചു മാറ്റിയത്. പാർട്ടി കൊടികളും തോരണങ്ങളും നോട്ടീസുകളും ബാനറുകളും അരിവാൾ ചുറ്റിക നക്ഷത്രവും ഇവിടെ നിന്നും കോർപ്പറേഷൻ അധികൃതർ നീക്കം ചെയ്തു. മേൽക്കൂരയിലെ ഷീറ്റ് അടക്കം പൊളിച്ചു നീക്കി ഇടവഴി പഴയ പടിയാക്കി മാറ്റി. കോർപ്പറേഷൻ കെട്ടിടത്തിലെ മുറിയിൽ ഇരുന്ന് CPM നേതാവ് മദ്യപിക്കുന്ന ദൃശ്യങ്ങളും ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. കോർപ്പറേഷന്റെ ഉടമസ്ഥയിലുള്ള സ്ഥലമാണ് ഇതെന്ന് കടകംപള്ളി വാർഡ് കൗൺസിലർ ജയ രാജീവും പറഞ്ഞിരിക്കുകയാണ്. കോവിഡിന് ശേഷം വർഷങ്ങളായി പാർട്ടി സെന്ററായാണ് ഇത് പ്രവർത്തിക്കുന്നത്. സിവിൽ സ്റ്റേഷന്റെ 4ാം നിലയും CPM കയ്യേറി പാർട്ടി യോഗങ്ങൾക്കും മറ്റും ഉപയോഗിക്കുകയാണ് വർഷങ്ങളോളമായി ചെയ്തിരുന്നത്. ഇവിടെ നിന്ന് അനധികൃത കെട്ടിടത്തിലേക്ക് വൈദ്യുതിയും എത്തിച്ചിരുന്നു. അതായത് വൈദ്യുതി മോഷണവും നടന്നിരുന്നു. ഇവിടെ പൊതുജനങ്ങൾക്കായി ചെറിയൊരു പദ്ധതി ആരംഭിക്കാൻ ഒഴിഞ്ഞു തരണമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും CPM അതൊന്നും തന്നെ പരിഗണിക്കുകയോ മാറുകയോ ചെയ്തിരുന്നില്ല. അതുകൊണ്ട് ആ നോട്ടീസ് അവിടെ പതിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ CPMന്റെ ഭാഗത്ത് നിന്ന് യാതൊരു തരത്തിലുള്ള ഒരു പ്രതികരണവും ഉണ്ടായിരുന്നില്ല. തുടർന്നാണ് ഒഴിപ്പിക്കൽ നടപടിയുമായി കോർപ്പറേഷനും കൗൺസിലറും മുന്നോട്ട് പോയത്. അടിമുടി അഴിമതിയാണ് ഇവിടെ നടന്നതെന്ന് കൗൺസിലർ ചൂണ്ടിക്കാട്ടുകയാണ്. 9ഓളം കടമുറികളുണ്ട്. ഇതെല്ലാം നഗരസഭയ്ക്ക് കിട്ടേണ്ട വാടകയാണ്. ഇതെല്ലാം 1000 രൂപയ്ക്ക് നഗരസഭയിൽ നിന്ന് വാടകയ്ക്കെടുത്ത് 10,000 രൂപയ്ക്കും 20,000 രൂപയ്ക്കും ഒക്കെ മറച്ചാണ് നൽകിക്കൊണ്ടിരുന്നത്. കടമുറികൾ വീണ്ടും ലേലം ചെയ്യുമെന്ന് അറിയിപ്പ് മേയർ കച്ചവടക്കാർക്ക് കൊടുത്തിട്ടുണ്ട് എന്നാണ് ജയ രാജീവ് പറയുന്നത്. അതായത് കോവിഡ് സമയത്തൊക്കെ അവിടെ ഒരു കോവിഡ് സെന്ററായിട്ട് തുടങ്ങിയ ഒരു മുറിയായിരുന്നു. അതിനെയാണ് കോവിഡൊക്കെ കഴിഞ്ഞപ്പോൾ CPM അത് പാർട്ടി ഓഫീസാക്കി മാറ്റി. അങ്ങനെ അവിടുത്തെ ഒരുപാട് കച്ചവട സ്ഥാപനങ്ങൾക്കൊക്കെ CPM 1000 രൂപ, അതായത് ഈ ഇടതുപക്ഷം ഭരിച്ചിരുന്ന സമയത്ത് ആര്യ രാജേന്ദ്രന്റെ സമയത്ത് അത് 1000 രൂപയ്ക്കോ 500 രൂപയ്ക്കൊക്കെ കടമുറികൾ വാടകയ്ക്ക് ലേലത്തിനായി പിടിച്ചെടുത്തിട്ട് അത് വെളിയിലുള്ള ബിനാമികൾക്ക് മറച്ചു വിൽക്കുന്ന ഒരു പ്രവണതയായിരുന്നു ഉണ്ടായിരുന്നത്. അതെല്ലാത്തിനും ഇന്ന് രാവിലെയോടുകൂടി പൂട്ടിട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.